നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കർക്കിടക മാസം 23-ാം തീയതി, അതായത് 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതി. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി മന്ദവാരം അഥവാ ശനിയാഴ്ചയാകും. ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയം. ഇന്നത്തെ ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:14, അസ്തമയം വൈകിട്ട് 6:43. ഇന്നത്തെ തിഥി നിങ്ങൾ അറിയണം. ഇന്ന് കർത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി അമാവാസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ദശമി തിഥിക്ക് മറ്റ് പോരായ്മകളൊന്നും പറഞ്ഞിട്ടില്ല. തിഥി വളരെ ദുർബലമാണെന്ന് മാത്രം. ഇവിടെ നവമി 9-ാമത്തെ തിഥിയാണെങ്കിലോ, ചതുർദശി 14 അഷ്ടമി ആണെങ്കിലോ, പ്രതിപദം 1-ാമത്തെ തിഥിയാണെങ്കിലോ, ചതുർത്ഥി 4-ാമത്തെ തിഥിയാണെങ്കിലോ സാമ്പത്തികമായ വളരെയധികം ബുദ്ധിമുട്ടുകളെ പറ്റി പറയും. ദശമി തിഥിക്ക് അപ്രകാരം ദോഷം പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നക്ഷത്രമോ നല്ല രോഹിണി നക്ഷത്രമാണ്. സാക്ഷാൽ കൃഷ്ണൻ്റെ രോഹിണി നക്ഷത്രമാണ്. അത് ചോറൂണായാലും മറ്റെല്ലാ വിഷയത്തിലേക്ക്, വിവാഹ വിഷയമായാലും എല്ലാ വിഷയത്തിലും നാമകരണത്തിനും ഒക്കെ തന്നെ നാം സ്വീകരിക്കുന്നൊരു നക്ഷത്രമാണ്. ഇന്നത്തെ ദിനത്തിന് ഒരു ചെറിയൊരു പോരായ്മ, ഇന്നത്തെ കരണം വിഷ്ടികരണമാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്കും വിഷ്ടികരണം സ്വീകരിക്കാറില്ല. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാശമുണ്ടാകും. ഇവിടെ കരണം ദുർബലമാണ്. അതിനാൽ നല്ല മുഹൂർത്തം നോക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഇന്നത്തെ ഏറ്റവും നല്ല സമയം തരുന്നത് കാലത്ത് 10:45 മുതൽ 12 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. നല്ല രാശിയാണ്, നല്ല കാലഹോരയാണ്. യാത്രയൊക്കെ തന്നെ പ്ലാൻ ചെയ്യാം. പിന്നീട് ഇന്നത്തെ ദിനവും ശനിയാഴ്ചയാകിയാൽ ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം. അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അവൽ നിവേദ്യം സമർപ്പിക്കാം. രോഹിണി നക്ഷത്രമായാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണന് വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.